അതേ സമയത്ത് ശരീഅത്തിന്റെ നിയമങ്ങളെ വലിച്ചു കീറുന്നത് നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾ പ്രശ്നമാക്കാതെ കൂടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു തന്നില്ലെന്ന് പറയണ്ട. അത് കള്ളത്തൊരീഖത്ത് തന്നെയാണ്. അതിന്റെ പിന്നാലെ പോയാൽ ആഖിറം നഷ്ടപ്പെടും കേട്ടോ. കേട്ടില്ല? ശരീഅത്തിന്റെ നിയമങ്ങൾ വലിച്ചു കീറുന്നത് കണ്ടിട്ടും അത് പ്രശ്നമാക്കാതെ പിന്നെ ഇങ്ങനെ അൻവരിന്റെയും കുഞ്ഞാമിനുമായി ഒപ്പം കൂടിയാൽ മനസ്സിലാക്കി കൂടി അത് കള്ളത്തൊരീഖത്താണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിച്ചത്, ശരീഅത്തിന്റെ നിയമങ്ങൾ വലിച്ചു കീറുണ്ട്. എവിടെ വലിച്ചു കീറാത്ത? പോയ സ്ഥലത്തൊക്കെ അങ്ങനെ തന്നെയല്ലേ? അവിടുത്തെ മറക്കാത്ത ഇതല്ലേ? കാണിച്ചെന്നില്ലേ? തലയുടെ മുടി പുള്ളി കാണുന്നത്. അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖം മറക്കാതെ, അന്യപുരുഷന്മാരുടെ മുമ്പിൽ മുഖം മറക്കണം എന്നൊക്കെ പറഞ്ഞേ. അന്യപുരുഷന്മാർ കാണുന്നുണ്ടെങ്കിൽ മുഖം മറക്കൽ നിർബന്ധമാണ്. നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. അന്യപുരുഷൻ നോക്കുന്നുണ്ടെങ്കിൽ ചങ്ങായി ഇങ്ങനെ അന്തം വിട്ട് നോക്കിക്കുന്നില്ലേ? ഞാൻ പുറത്ത് ഷെയ്ഖും അതൊക്കെ കാണിച്ചു തന്നു. കാണിച്ചു പിന്നെ കേസ് എടുക്കുക. വേറെ മാർഗമില്ല, വേറെ കിതാബുകൾ എടുക്കാൻ കഴിയില്ല. അത് കാണിച്ചു തന്നു. മാത്രമല്ല, ഈ അടുത്ത് ജൂൺ 6 റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ നടന്ന കോലം, ആ പെണ്ണിനെ ഷെയ്ഖ് നടത്തിയ കോലം, ആ പെണ്ണ് നടന്ന കോലം എങ്ങനെ? ശരീഅത്തിനെ പറ്റ വലിച്ചു കീറിയത്. ഒരു സ്ഥലം മറച്ചിട്ടില്ല. തലയുടെ മുടിയാണെങ്കിൽ ഫുള്ള് നേലടിച്ച് കാണുക, കണ്ടങ്കാലി കാണുക, കൈ കാണുക, മുട്ടിന്റെ കീപ്പിട്ട് ഫുള്ള് നേലടിച്ച് കാണുക. ഇത് ശരീഅത്തിനെ വലിച്ചു കീറലല്ലേ? വ്യക്തമായി ഞങ്ങൾ കാണിച്ചിട്ടില്ല. കാണിച്ചപ്പോൾ നിങ്ങൾ ചെയ്ത് കേസ് എടുക്കല്ലേ? കേസ് എടുക്കല്ലേ? തിരുത്താൻ നോക്കില്ലല്ലോ. അത് തെറ്റാന്ന് പറഞ്ഞല്ലോ. അങ്ങനെ നടക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം. ഇന്ത്യൻ ഭരണഘടന അതിന് അനുവാദം നൽകുന്നുണ്ട്. അത് ഞങ്ങൾക്ക് വകവെച്ച് തരണം. അതുപോലെ അണിക്കാണ്, അതിനെതിരാണ് ഇവർ ഇതാക്കണ്ടേ. ഒരു കിതാബില്ല. മുമ്പ് പറഞ്ഞ കിതാബ് ഉണ്ടെന്ന് തെളിയിക്കും. ഏത് സംഭവങ്ങൾ പറഞ്ഞോളി എന്ന് പറഞ്ഞ ആളുകൾക്ക് നമ്മളാണ് കാണിച്ചപ്പോൾ കിതാബൊന്നുമില്ല, തുഫല്ല, നിഹായല്ല, ഒരു കിതാബില്ല. അപ്പോൾ ലാസ്റ്റ് പിടിവലിയത് ഇന്ത്യൻ ഭരണഘടന പലതുകൊണ്ട് തുണി വെച്ചിട്ട് ഇറക്കാനും ഭരണഘടനയിലുണ്ട്. നിങ്ങൾ തുണി വെച്ചിട്ട് ഇറങ്ങി ഞങ്ങൾ കാണിച്ചെന്നാലേ ഞങ്ങൾ ശരീരത്തെ പഠിപ്പിക്കണ്ടെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായോ? അങ്ങനെ അപ്പോൾ ലാസ്റ്റ് എന്താണ്? ഭരണഘടനയിലുണ്ട് ഒരു പെണ്ണിന് ഇഷ്ടമുള്ളമായി നടക്കാം. ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്നുണ്ട്, നടന്നോളി. പക്ഷെ ദീനിന്റെ പേരിൽ എന്ന് പറയരുത്. ഞങ്ങൾ ഷെയ്ഖാണ്, ഞങ്ങൾ വലിയാണ്, മുറബിയാണ്, കുത്തുബാന്ന് എന്ന് പറയരുത്. നിങ്ങൾ തോന്നിയമായി നടന്നോളൂ. രണ്ടാളും വെച്ചിട്ട് എന്താ ഞങ്ങൾ ചോദിക്കൂല. നേരെ മറിച്ച് അള്ളാന്റെ ഔലിയാക്കളും മശായിഖന്മാരുടെ പേര് പറഞ്ഞ് നടന്നാൽ ചോദ്യം ചെയ്യും. ഞങ്ങളെ ഉസ്താദന്മാരോട് ഇവിടെ വറവ് ചോദിച്ച് നിങ്ങളല്ലേ? എ പി സാറോട് വറവ് വെച്ച് ഞങ്ങളോട് ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ വറവ് ഇവിടെ? നിങ്ങൾ ഷെയ്ഖിന്റെ പെണ്ണുങ്ങളും വറവ് ഇവിടെ? ശരീഅത്ത് ഇവിടെ? ദീനെവിടെ? അതില്ലെങ്കിൽ കള്ളത്തൊരീഖത്താന്ന് ഉറപ്പിച്ചോളീന്ന് നൗഷാദ്. ഞങ്ങൾ ഉറപ്പിച്ചിങ്ങനെ കള്ളത്തൊരീഖത്താന്നുള്ളത് ഒരു സംശയമില്ല. മനസ്സിലായോ? വ്യക്തമായി തവൻ പറയണേ. ഇതിൽ അൻവരി നിഷേധിക്കൂല. എന്നെ കുത്തിറപ്പിച്ച് കണ്ടാവാൻ പറയട്ടെ. ഞാൻ ഇല്ലാന്ന് പറയോ? ഇജും ഓണം കൂടി പ്രസംഗിച്ചാതെ എനിക്ക് പറയാൻ തരുന്നുണ്ടോ? ഞാൻ അപ്പം ഓനപ്പല്ല എന്ന് പറയാൻ തരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അപ്പം ഞാൻ നൗഷാദിനെ ഹാജരാക്കും. ഇജുണ്ടെന്നുള്ളത് ഇന്ത്യത്തിന്റെ എങ്ങനെയുണ്ട്? ഉറച്ചില്ല കള്ളന്മാരാന്നുള്ളത്?